നമസ്കാരം. സി പി ഐയെ കുറിച്ചാണ്. പിടിക്കും അല്ലെങ്കിൽ പിളരും എന്നുള്ളതാണ് സി പി ഐയുടെ സ്ഥിതിയെന്ന് പലരും പറയുന്നു. കാരണം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ്. ഈ ജൂൺ മാസത്തിലോ മെയ് മാസത്തിലോ ഒക്കെ ആയിട്ട് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കും. സംസ്ഥാന സെക്രട്ടറിയെ പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. പുതിയ സംസ്ഥാന കമ്മിറ്റിയൊക്കെ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അകറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പറയുന്ന അവരുടെ മുദ്രാവാക്യമാണ് പിടിക്കും അല്ലെങ്കിൽ പിളരും എന്നുള്ളത്. ആ പിടിക്കും അല്ലെങ്കിൽ പിളരും എന്ന് പറയുന്ന ആ വിഭാഗത്തെ നയിക്കുന്ന ആളുകളുണ്ട്. ആ നയിക്കുന്ന ആളുകളുടെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന രണ്ട് പേര് ശ്രീ കെ ഇസ്മയിലും സി ദിവാകരനുമാണ്. സി ദിവാകരനും കെ ഇസ്മയിലും വളരെയധികം പാരമ്പര്യമുള്ള നേതാക്കന്മാർ. അതുപോലെ തന്നെ സി പി ഐയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി പ്രകാശ് ബാബു, ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ ശിവരാമൻ, പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള മുൻ കൃഷി മന്ത്രി പി എസ് സുനിൽകുമാർ, ഇവരൊക്കെ ഒരു വിഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. ഇവർ ഒരു അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കലായിട്ട് പോരാടാനുള്ളൊരു തലം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം സാമ്പത്തിക സംവരണത്തെ എതിർത്തവർ സാമ്പത്തിക സംവരണത്തെ അനുകൂലിച്ചവർ എന്ന രീതിയിലേക്ക് സി പി ഐയിൽ ഒരു ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് സി പി ഐയുടെ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം. അതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് മന്ത്രിമാരുടെ പ്രകടനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വൻപിച്ച തോതിലുള്ള എതിർപ്പ് സി പി ഐയുടെ അണികൾക്കിടയിലുണ്ട്. അത് വൻതോതിൽ പാർട്ടിയുടെ വേദികളിലെല്ലാം പാർട്ടിയുടെ ആളുകൾക്കിടയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, സി പി ഐയുടെ മന്ത്രിമാർ തന്നെ പല മന്ത്രിമാരെയും ആർക്കൊന്നും അറിയില്ല. കാരണം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ദീർഘകാലം അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് ഒഴിച്ച് അവരെന്ന് പറയുന്ന ഒരു സ്ഥിതി അല്ല. ഇപ്പോൾ കെ രാജനുണ്ട്. വയനാട് ദുരന്തത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ദിവസവും പത്രത്തിൽ കാണും, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കാണും. പക്ഷേ അദ്ദേഹം വയനാട്ടിലെ ദുരന്തം കൈകാര്യം ചെയ്യുന്ന റവന്യൂ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിജയമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. തികച്ച പരാജയം എന്ന് തന്നെയാണ് സി പി ഐക്കാരല്ല പൊതുസമൂഹം വരെ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് ഉണ്ടായപ്പോൾ അവിടുത്തെ പഞ്ചായത്തിനെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ പേരിൻ്റെ ഇരട്ടിപ്പുകൾ അനർഹരൊക്കെ കടന്നുകൂടിയെന്ന് പറയുമ്പോൾ ഒരു 300 ചില്ലാനം പേരുടെ പേരിൽ ഇത്ര ഇരട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ ഒരു മന്ത്രി എത്രമാത്രം കാര്യക്ഷമതയോട് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ സി പി ഐയുടെ ഒരു മന്ത്രിയെക്കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളത് ഓണക്കാലത്താണ്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ പേര് വരും. പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ പണമൊക്കെ കണ്ടെത്തി സപ്ലൈകോയിൽ സാധനങ്ങൾ വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് വരും. പിന്നെ ഒരു മന്ത്രി കൃഷിമന്ത്രി, അദ്ദേഹം എവിടെയെങ്കിലും ഞാറ് നടുന്നതോ അല്ലെങ്കിൽ നെല്ല് കൊയ്യുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പത്രങ്ങളിൽ കാണാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുണ്ട് ചിഞ്ചുറാണി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെയധികം പരിമിതികളുണ്ട്. കാരണം കുളമ്പ് രോഗം അതുപോലുള്ള രോഗങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കന്നുകാലികളിൽ. അല്ലെങ്കിൽ കുളമ്പ് രോഗത്തിന് എതിരായിട്ട് ഇപ്പം നമുക്ക് മനുഷ്യർക്ക് അസുഖം വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്ക് സജീവമായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞേക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിഞ്ചുറാണിയും വളരെയധികം വിസ്മൃതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ മന്ത്രിമാരെക്കുറിച്ച് അങ്ങനെ സി പി ഐക്കാർ വിലയിരുത്തുമ്പോൾ ഒരു പഴയകാലത്തെ മന്ത്രിമാരെക്കുറിച്ചും പറയുന്നുണ്ട്. കാരണം ലക്ഷം വീടിൻ്റെ മന്ത്രിയായിരുന്ന എം.എൻ. ഗോവിന്ദൻ നായർ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന പേരുള്ള സി അച്യുതമേനോൻ, പിന്നെ മാവേലി മന്ത്രി എന്നറിയപ്പെടുന്ന ഇ ചന്ദ്രശേഖരൻ നായർ, തരിച്ചിട്ട പാടങ്ങളിലേക്ക് കൃഷി വീണ്ടും കൊണ്ടുവന്ന ഗ്രൂപ്പ് ഫാമുകൾ കൊണ്ടുവന്ന വി രാഘവൻ, അതുപോലെ എത്ര നല്ല മന്ത്രിമാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ സി പി എമ്മിൻ്റെ മന്ത്രിമാരെക്കാളും വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങളുടെ അംഗീകാരം നേടി മന്ത്രിസഭയ്ക്ക് മൊത്തം ഒരുക്കുന്നതിന് മുൻകൈയെടുത്തുന്ന ആളുകളാണ് ഈ സി പി ഐയുടെ മന്ത്രിമാർ പല കാലഘട്ടത്തിലും. ഇന്ന് അവരൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആ ആളുകളൊക്കെ അതിന് യോഗ്യരാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെയാണ് സംഘടനാപരമായ കാര്യങ്ങൾ. ഇപ്പോൾ സി കെ ചന്ദ്രപ്പൻ്റെ കാലം തൊട്ടിങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ സി കെ ചന്ദ്രപ്പൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദർശപരമായ ഔന്നത്യം കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും എല്ലാ പാർട്ടിക്കാരുടെയും ആദരവും അംഗീകാരം ലഭിച്ചിരുന്നു. സി പി എമ്മിൻ്റെ മുന്നിലൊന്നും മുട്ടുമടക്കാൻ പോകാറില്ല. കോൺഗ്രസ്സുകാരോട് പറയേണ്ടതൊക്കെ പറയാനും അദ്ദേഹത്തിന് അറിയാം. സി പി ഐക്കാർക്ക് ഏകണ്ഠമായിട്ട് അദ്ദേഹത്തിനെ പിന്തുണച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കാനൻ രാജേന്ദ്രൻ മന്ത്രിയല്ല, അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. ആ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് സി പി എമ്മുമായിട്ട് ഇപ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്നൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ കഴിയുള്ളൂ. അദ്ദേഹം ഇതൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പിണറായിക്കെതിരെയൊക്കെ വെല്ലുവിളികൾ ഉയർത്തി മുന്നോട്ട് വന്നു. പല സമരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത നിലപാടുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് പിണറായിയുടെ ആളായി മാറി എന്നുള്ള ആശാവത്തിലേക്ക് അദ്ദേഹം കടന്നു. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടു. വീണ്ടും വന്നത് ബിനോയ് വിശ്വമാണ്. അതിനുശേഷം ഒരു സി പി എമ്മിൻ്റെ ബി ടീം എന്ന രീതിയിലാണ് സി പി ഐയുടെ നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നാണ് അത് ഇപ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ആരോപണം. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം സി പി ഐക്ക് വ്യക്തിത്വം ഉയർത്തുന്ന ഒരു പ്രസ്താവനകളോ അതൊന്നും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും അവസാനം അജിത് കുമാറിൻ്റെ കാര്യം വന്നു. അജിത് കുമാർ RSSകാരായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ
ഈ സർക്കാരിൻ്റെ കീഴിൽ ഇടതുപക്ഷ മുന്നേറ്റ സർക്കാരിൻ്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അഭിനവ് വിശ്വത്തിന് ഇപ്പോൾ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോഴൊന്നും പറയാനില്ല. അതിനുശേഷം നമുക്കറിയാം തൃശ്ശൂർ പൂരം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടു, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ BJP ജയിച്ചു വന്നപ്പോൾ അതിൽ ഇടനിലക്കാരനായി മുഖ്യമന്ത്രിക്കും RSSനും ഇടയിലുള്ള BJPക്കും ഇടയിലുള്ള ഇടനിലക്കാരനായി നിന്നത് അജിത് കുമാർ എന്നുള്ള വ്യാപകമായ ആരോപണം ഉണ്ടായിരുന്നു. ആ വ്യാപകമായ ആരോപണം അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉന്നയിച്ചു. പല പ്രാവശ്യം അദ്ദേഹം ആ ഉന്നയിക്കപ്പെടലുകൾ അദ്ദേഹം പല വേദികളിലും നടത്തി, ഉന്നയിക്കലുകൾ പല വേദികളിലും നടത്തി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നേരെ വന്നു ബിനോയ് വിശ്വൻ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് എന്താ? അദ്ദേഹം പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറഞ്ഞ ഒരു കാര്യം CPIയുടെ കാര്യം ഞാൻ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിണറായിക്ക് ഒരു സമരസപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന രണ്ടാം കക്ഷി എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ CPIയുടെ അടിസ്ഥാന വ്യക്തിത്വം നഷ്ടപ്പെടുന്നു, CPIയുടെ നേതാക്കന്മാർ ഇല്ലാതാകുന്നു, വ്യക്തിത്വമുള്ള നേതാക്കന്മാർ ഒരു കുറവ് കാണുന്നു. ആ കുറവിലേക്ക് പുതിയ ആളുകൾ വരണം, യുവാക്കൾ വരണം, അതുപോലുള്ള ആളുകളൊക്കെ എത്തണമെന്ന് പറയുന്നു. ഇപ്പോൾ പട്ടാമ്പി MLA മുഹമ്മദ് മുസ്ലിൻ കോൺഗ്രസിലേക്ക് ചേരുന്നൊരു വാർത്ത വന്നു. അദ്ദേഹവും നിഷേധിച്ചിട്ടില്ല, CPI നിഷേധിച്ചിട്ടില്ല. ചിലപ്പോൾ വളരെ ബാലിശമായൊരു വാർത്ത അത് നിഷേധിക്കാൻ പോകണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷേ ആ രീതിയിൽ വരെ CPIക്കാരെ കുറിച്ച് വാർത്തകൾ വരുമ്പോൾ പോലും പ്രതികരിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPIയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടാമത്തെ കക്ഷി അവരങ്ങനെ അവഗണിച്ചുകൂടാ. വാർത്തകളിൽ അവർക്കും വേണം ഇടം. അവരിനി വാർത്തകളിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ആശംസകൾ.